തന്നെയാണ് ഇപ്പോൾ യൂട്യൂബർമാരുടെയും ബ്ലോഗർമാരുടെയും ഒക്കെ ഇൻഫ്ലുവൻസർമാരുടെയൊക്കെ കാലമാണ്. ഇപ്പോൾ ആൾക്കാർ പണ്ട് വീടുണ്ടോ സ്ഥലമുണ്ടോ ജോലിയുണ്ടോ എന്ന് ചോദിക്കും പോലെ ഇപ്പോൾ ചോദിക്കുന്നത് എത്ര ഫോളോവേഴ്സ് ഉണ്ട്, എത്ര ലൈക്ക് കിട്ടും, ഇതൊക്കെയാണ് ഇപ്പോൾ ചോദിക്കുന്നത്. എനിക്ക് തോന്നുന്നു വിവാഹ മാർക്കറ്റിൽ പോലും ഇൻസ്റ്റയിൽ എത്ര ഫോളോവേഴ്സ് ഉണ്ട് എന്നൊക്കെയാണ് ചോദിക്കുന്നതെന്നാണ് ഇപ്പോൾ പറഞ്ഞേക്കുന്നത്. അങ്ങനെ വരുമ്പോൾ എല്ലാവർക്കും അതാണ് ട്രെൻഡിൽ. അപ്പോൾ അതിൽ ശ്രദ്ധേയനായ ഒരാളുണ്ട്, കടൽ മച്ചാൻ. മറ്റൊരു കാര്യം കൂടെ, ഇപ്പോൾ പുറത്തു വരുന്ന ദൃശ്യങ്ങളും ഫോട്ടോകളും എല്ലാം ഒറിജിനൽ ഏത് വ്യാജമേത് എന്ന് തിരിച്ചറിയാൻ പറ്റാത്തൊരു കാലമാണ് AI എന്ന ഒറിജിനൽ വെല്ലുന്ന വീഡിയോകൾ ഇറങ്ങുന്ന കാലമാണ്. അപ്പോൾ ഈ കടൽ മച്ചാൻ എന്ന് പറയുന്ന കൊല്ലം അഴീക്കൽ സ്വദേശിയായ വിഷ്ണുവും വിഷ്ണുവിൻ്റെ അമ്മ സന്ധ്യാമ്മയും കൂടെ ചേർന്നിട്ടുള്ള ഒരു കടൽ മച്ചാൻ എന്ന് പറയുന്ന ഒരു ഫേസ്ബുക്ക് പേജുണ്ട്. അതായത് ഫേസ്ബുക്ക് ഡയറക്റ്റ് ഫണ്ട് ചെയ്ത പേജുകളിലൊന്ന്, 2 പേജുകളിൽ ഒന്നാണത്. അപ്പോൾ അവർ അത്രയും മലയാളികൾക്കിടയിൽ ഫേമസ് ആണവർ. ആ കടൽ മച്ചാൻ്റെ ഒരു ഫേക്ക് വീഡിയോ ആണോ ഒറിജിനൽ ആണോ എന്നറിയില്ല, ലീക്ഡ് വീഡിയോ എന്ന് പറഞ്ഞ് ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിൽ പുള്ളിയുടെ ഒരു നഗ്ന വീഡിയോ പ്രചരിക്കുന്നുണ്ട്. ഒരുപാട് ആരാധകരുള്ള ആളാണ് കടൽ മച്ചാൻ. അതായത് ആഴക്കടലിൽ പോയി മത്സ്യം പിടിക്കുന്ന ദൃശ്യങ്ങൾ മലയാളികൾക്ക് പകർന്നു കൊടുത്ത ആളാണ്. വളരെ പെട്ടെന്നാണ് അയാളുടെ ഒരു വളർച്ചയുണ്ടായത്. അപ്പോൾ ഇപ്പോൾ ഒരു ഫേക്ക് വീഡിയോ ഇറങ്ങിയിട്ടുണ്ട്. അപ്പോൾ അത് ഫേക്കാണോ റിയൽ ആണോ എന്ന് അറിയാൻ വയ്യ. പുള്ളിയുടെ ഫേസ്ബുക്ക് പേജിൽ തന്നെ സ്റ്റോറിയൊക്കെ ഇട്ടിട്ടുണ്ട്, അത് ഫേക്കാണ് എന്ന മട്ടിൽ പറഞ്ഞിട്ടുണ്ട്. അപ്പം അത് ഒറിജിനൽ ആണോ എന്ന് നമുക്ക് അറിയാൻ പാടില്ല. പക്ഷേ ഇപ്പോഴത്തെ കാലത്ത് ഇങ്ങനെ വരുന്നതിന് നമ്മൾ എങ്ങനെ വിശ്വസിക്കും ഏതാണ് യാഥാർത്ഥ്യം എന്നൊക്കെ? പ്രിയദേശി, ഇതില് ഇപ്പോ കടൽ മച്ചാന്റെ ഒരു വീഡിയോ ലീക്കായി. അത് ആ വ്യക്തി ഇട്ടതാണോ അതോ ഇനി ആരെങ്കിലും ലൈവ് ചെയ്തപ്പോ അത് സ്ക്രീൻഷോട്ട് എടുത്ത് അല്ലെങ്കിൽ അത് വീഡിയോ ആയിട്ട് എടുത്തിട്ടതാണോ? വീഡിയോ കോൾ കാരണം ഈ കടൽ മച്ചാൻ എന്ന് പറയുന്ന വിഷ്ണു ഇതുവരെ രംഗത്തെത്തി ആ വീഡിയോ ഫേക്ക് ആണെന്ന് പറഞ്ഞിട്ടില്ല. അപ്പോൾ അങ്ങനെ ആ ഒരു സിറ്റുവേഷൻ നിലനിൽക്കുമ്പോൾ നമുക്ക് ആ വീഡിയോയെ കുറിച്ച് സത്യാവസ്ഥ നമുക്കും അറിയില്ല എന്നുള്ളതാണ്. പക്ഷേ ഈ കടൽ മച്ചാനെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ തിരുവനന്തപുരം ബ്യൂറോയിലെ ശ്യാംബാബു ഒരു മാസം മുൻപ് ഒരു വീഡിയോ ചെയ്തിരുന്നു. ആരാണ് കടൽ മച്ചാൻ, എന്താണ് കടൽ മച്ചാൻ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഒരു വീഡിയോ. ഈ കടൽ മച്ചാൻ എന്ന് പറയുന്നത് നമ്മുടെ കൊല്ലം അഴീക്കലുള്ള ഒരു മത്സ്യത്തൊഴിലാളി എന്നാണ് പറയുന്നത്. ആഴക്കടലിൽ പോയി മത്സ്യബന്ധനം നടത്തുന്നു എന്നാണ് പറയുന്നത്. ഈ കടൽ മച്ചാൻ എനിക്ക് തോന്നുന്നു 2018 ഈ വീഡിയോ തുടങ്ങുന്നത്. യൂട്യൂബുമായി രംഗത്ത് വരുന്നത് ദാരിദ്ര്യം പറഞ്ഞാണ് ഇവർ വ്യൂസ് ഉണ്ടാക്കുന്നത്. അതിപ്പോ ഒരു സ്ഥിരം ട്രെൻഡാണ്, ദാരിദ്ര്യം പറയുക, ഡേ ഇൻ മൈ ലൈഫ് എന്ന് പറഞ്ഞ് വീട്ടിലുള്ള എല്ലാ കാര്യങ്ങളും പുറത്ത് പറയുക. പിന്നെ ബാത്റൂമിൽ പോണ കാര്യം ഒഴിച്ച് ബാക്കിയുള്ളതെല്ലാം ഇപ്പൊ ഡേ ഇൻ മൈ ലൈഫ് എന്ന് ഉറക്കം എണീച്ച് അഭിനയമാണെന്ന് നമുക്ക് തോന്നുന്ന രീതിയിൽ. മലയാളികൾ നന്മമരങ്ങളാണ്. അതെ, ഇപ്പൊ തൊട്ടടുത്ത വീട്ടിലുള്ള പട്ടിണിയാണോ എന്നോ ആഹാരം കഴിച്ചോ അവിടുത്തെ കുട്ടിക്ക് പഠിക്കാൻ ബുക്കുണ്ടോ ഇതൊന്നും അന്വേഷിക്കില്ല. പക്ഷെ സോഷ്യൽ മീഡിയയിൽ ഇങ്ങനെ കാണുമ്പോൾ അവർ ഉദാരമായി സംഭാവന ചെയ്യുന്നവരാണ് മലയാളി. അതൊരു സ്വഭാവം. പിന്നൊന്ന്, അപ്പുറത്തെ വീട്ടിന്റെ രഹസ്യങ്ങൾ അറിയാനും അന്യന്റെ വീട്ടിൽ ഒളിഞ്ഞു നോക്കാനുമുള്ള ത്വരയുണ്ടല്ലോ. ഈ 2 വികാരങ്ങളെ ചൂഷണം ചെയ്തുകൊണ്ടാണ് ഇവിടുത്തെ വ്ളോഗർമാരും. ഈ കടൽ മച്ചാന്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത്, നമ്മൾ ഈ മത്സ്യത്തൊഴിലാളികൾ എന്ന് പറയുമ്പോൾ പ്രളയത്തിന് ശേഷം മലയാളികൾക്ക് വല്ലാത്തൊരു വികാരമാണ്. കടലിന്റെ മക്കൾ എന്ന് പറയുമ്പോൾ നമ്മുടെ രക്ഷകരാണ് അവരെത്തി. ഇപ്പൊ ഈ അർജുന്റെ രക്ഷകരായി ഈശ്വർ മാൽപ്പയ്ക്ക് എത്തിയപ്പോൾ ഈശ്വർ മാൽപ്പ എത്തി, ഇനി അർജുൻ രക്ഷപ്പെടുമെന്നൊക്കെ അത്രത്തോളം നമ്മൾ വിശ്വസിച്ചിരുന്ന ഒരു സമയമൊക്കെ ആയിരുന്നു. അപ്പൊ അത്രത്തിൽ നമ്മുടെ മനസ്സിൽ മത്സ്യത്തൊഴിലാളികൾ ഒരു വികാരമായി മാറിയിട്ടുണ്ട്. അവർക്ക് നമ്മുടെ ജീവിതത്തിന്റെ ഒരു ഭാഗമായി അവർ മാറി എന്നുള്ളത് തന്നെയാണ്. അപ്പോൾ അത് ചൂഷണം ചെയ്തു, അത് വിറ്റും പണമുണ്ടാക്കി വളർന്നു വരുന്ന ഒരാളാണ് ഈ കടൽ മച്ചാൻ എന്ന് പറയുന്നത്. കൊറോണ സമയത്താണ് കടൽ മച്ചാന്റെ വീഡിയോകൾക്ക് കുറെ പ്രചാരം ഏറിയത് എന്നുള്ളതാണ്. കോവിഡ് സമയത്ത് ആളുകൾ വെറുതെ ഇരിക്കില്ല. ഒരു വീട്ടിൽ 3 വെച്ച കണക്ക് യൂട്യൂബ് തുടങ്ങി. യൂട്യൂബിലെ പഴയ വീഡിയോകൾ സമയം പോകാൻ വേണ്ടി ആളുകൾ കണ്ടു തുടങ്ങി. അങ്ങനെയാണ് ഈ കടൽ മച്ചാന് ഈ യൂട്യൂബിൽ വീഡിയോ ഇടുന്നതിനേക്കാൾ ഇപ്പൊ ഫേസ്ബുക്കിലാണ് കൂടുതൽ വീഡിയോസ് ഇടുന്നത്. കാരണം ഫേസ്ബുക്കിലാണ് പണം കൊടുക്കുന്നത്. അപ്പോൾ ഇത്തരത്തിൽ ഇയാളുടെ ഈ സംവിധാനമൊക്കെ ഇങ്ങനെ പോകുമ്പോഴാണ് കടൽ കൊമ്പൻ എന്ന് പറയുന്ന ഒരു യൂട്യൂബർ രംഗത്തെത്തുന്നത്. ഇയാൾ മത്സ്യത്തൊഴിലാളിയല്ല, ഇയാൾ കടലിൽ പോയിട്ടില്ല. ഈ കടൽ മച്ചാൻ എന്ന് പറയുന്ന വിഷ്ണു, ആളെക്കുറിച്ച് ഞാൻ ഗൂഗിൾ ചെയ്തപ്പോൾ 15ാമത്തെ വയസ്സ് മുതൽ കടലിൽ പോയി മീൻ പിടിക്കുന്ന കുട്ടി സ്രാങ്ക് എന്നൊരു എന്നൊക്കെയാണ് പറയുന്നത്. അപ്പൊ ഈ കടൽ കൊമ്പൻ ആ വ്യക്തിയുടെ വീഡിയോയിൽ കൃത്യമായി കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ഇയാൾ ഈ വീഡിയോ ഇടാൻ വേണ്ടി മാത്രമാണ് കടലിൽ പോകുന്നത്. മത്സ്യത്തൊഴിലാളികളുടെ പേര് പറഞ്ഞ് അതിനെ വിറ്റ് ജീവിക്കുന്ന അതൊരു ചോറൊരു സത്യസന്ധമായ ചോറാണെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. നമ്മുടെ ദാരിദ്ര്യം പറഞ്ഞ് നമുക്ക് ജീവിക്കാം. പലരും ദാരിദ്ര്യം പറഞ്ഞ് കോടികളുടെ വീഡിയോ യൂട്യൂബിലൊക്കെ വെച്ചതും വലിയ രീതിയിലൊക്കെ നമ്മൾ
കണ്ടതാണ്. അപ്പോൾ അത്തരത്തിൽ ഈ കടൽ മച്ചാൻ എന്ന് പറയുന്നത് ഈ ഹാർബറിൽ അല്ലെങ്കിൽ ആഴക്കടലിൽ പോയി മത്സ്യം പിടിച്ച് കൊണ്ടുവന്ന് അങ്ങനെ ജീവിക്കുന്നവരാണ്. മാത്രമല്ല ഇദ്ദേഹത്തിന്റെ അമ്മ സന്ധ്യ അമ്മ മക്കളെ കയറി വാ, ലൈക്ക് അടി, സബ്സ്ക്രൈബ് ചെയ്യൂ എന്നൊക്കെ പറഞ്ഞ വീഡിയോ, ഈ ഫുഡിന്റെ വീഡിയോ ഒക്കെ പ്രത്യേകിച്ച് മലയാളികൾക്ക് ഭയങ്കര പ്രിയമാണ്. അപ്പൊ അതൊക്കെ കാണിച്ചുകൊണ്ടാണ് അവർ മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നത്. ഭയങ്കര വലിയ റീച്ച് ഉണ്ടായിരുന്നു. പിന്നീട് അവരുടെ ഒരു ജീവിത സ്റ്റൈൽ തന്നെ മാറി. ഈ പണം വരുമ്പോൾ സ്വാഭാവികമായിട്ട് സ്റ്റാറ്റസും കൂടെ വരുമല്ലോ, ജീവിത ശൈലിയും മാറും. അപ്പോൾ അത്തരത്തിൽ ഇയാളെ കുറിച്ചുള്ള ആരോപണങ്ങൾ ഇടയ്ക്കിടയ്ക്ക് പല ഭാഗത്തു നിന്നും നമ്മൾ കേട്ടു തുടങ്ങി. ഒരു ബൊട്ടീക്കുമായി ബന്ധപ്പെട്ട് അവിടുത്തെ ജോലിക്കാർ ചൂഷണം ചെയ്യപ്പെടുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ഒരു യൂട്യൂബർ അവിടെ എത്തുന്നു. അദ്ദേഹം ഇതിനെക്കുറിച്ച് വാർത്ത ചെയ്യുന്നു. അന്ന് രാത്രി തന്നെ ഈ കടൽ മച്ചാൻ അദ്ദേഹത്തെ വിളിച്ചിട്ട് എന്ത് വേണമെങ്കിലും നമുക്ക് ചെയ്യാം, എന്ത് വേണമെങ്കിലും ചെയ്യാമെന്ന് പറയുമ്പോൾ ഒരു കോംപ്രമൈസ് ടോക്ക് പറയുന്നു. ഈ യൂട്യൂബർ അത് രാവിലെ തന്നെ എടുത്ത് അദ്ദേഹത്തിന്റെ വാർത്തയിലേക്ക് ഇടുന്നു. റീച്ച് കൂട്ടാനായിരിക്കും, അല്ലെങ്കിൽ അദ്ദേഹത്തിന് നല്ല മനസ്സായിരിക്കാം, അറിയില്ല. അല്ല, അതിൽ ഈ കടൽ മച്ചാൻ പറയുന്നുണ്ട് നമ്മൾ തമ്മിലുള്ള ഒരു സൗഹൃദത്തിന്റെ പുറത്താണ്. പക്ഷെ ഒരു ഞാൻ ചോദിക്കട്ടെ ധന്യ, ഇപ്പൊ ഞാൻ ധന്യയെ വിളിച്ചിട്ട് പറയുന്നത് നമ്മുടെ സൗഹൃദത്തിന്റെ പുറത്ത് ഞാൻ ഇങ്ങനെ ഒരു വാർത്ത ധന്യ കൊടുക്കുമോ, അതെ കൊടുത്തതിനെ കുറിച്ച് എന്താണ് നമുക്ക് സംസാരിക്കാം എന്ന് പറഞ്ഞാൽ ആ ഒരു കോൾ റെക്കോർഡ് ചെയ്തിട്ട് ധന്യ അത് പുറത്തു വിടുന്നത് ഒരു ശരിയായിട്ടുള്ള നടപടിയാണോ എന്നല്ലേ? അല്ല, കാരണം എന്നെ വിശ്വസിച്ചാണ് പ്രീതാമോൾ എന്ന് പറയുന്ന വ്യക്തി എന്നോട് സംസാരിക്കുന്നത്. ആ സംസാരം റെക്കോർഡ് ചെയ്യുന്നതേ തെറ്റാണ്, റെക്കോർഡ് ചെയ്തത് പരസ്യമാക്കുന്നത് അതിലും വലിയ തെറ്റാണ്. അപ്പോൾ ആ ചെയ്തതിനെ ഞാൻ ആയിരിക്കുന്നില്ല. വന്ന് എന്താണെന്ന് അറിയാമോ, റീച്ച് കിട്ടാനും പൈസ കിട്ടാനും ചെയ്യാം രീതിയിലേക്ക് മാറിക്കൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യമാണ്. എന്തായാലും ആ ഒരു സംഭവത്തോടെ കടൽ മച്ചാൻ എന്ന് പറയുന്ന വിഷ്ണുവിനെതിരെ വലിയ രീതിയിലുള്ള ആരോപണങ്ങൾ സോഷ്യൽ മീഡിയയിൽ ഉയർന്നു കേൾക്കുന്നു. അപ്പോഴാണ് അദ്ദേഹത്തെ കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾ പുറത്തു വന്നു തുടങ്ങിയത്. ഇദ്ദേഹം എങ്ങനെയാണ് ഈ ഒരു സംരംഭങ്ങളിലേക്ക് എത്തിയത്, എങ്ങനെയാണ് ഇത്ര വലിയ ലക്ഷങ്ങൾ ഉണ്ടാക്കുന്ന തരത്തിലേക്ക് പോയത്, ഇവർക്ക് പരസ്യങ്ങൾ, വലിയ രീതിയിലുള്ള പ്രൊമോഷനുകൾ കിട്ടുന്നു, ഒരു പുതിയ വീടൊക്കെ വെച്ചു, ഇവർ സാമ്പത്തികമായി വളരെ താഴ്ന്ന രീതിയിൽ. ഞാൻ പറയുന്നത് യൂട്യൂബിൽ ഇവർ കഷ്ടപ്പെട്ട് വീഡിയോസ് ഇട്ട് അവർക്ക് പണം ഉണ്ടാക്കുക എല്ലാവരുടെയും ലക്ഷ്യമാണ്. ഇപ്പം നമ്മളും ഈ വന്നിരുന്ന് ഘോര പ്രസംഗിക്കുന്നത് നമ്മുടെ ഉപജീവന മാർഗം. ചിലപ്പോൾ നമുക്കൊരു പാഷനും ഉണ്ടാകും, അതിലപ്പുറം നമ്മുടെ ഉപജീവന മാർഗവും കൂടിയാണ്. പക്ഷേ ഞാൻ പറയുന്നത് കടലിൽ പോകുന്ന മത്സ്യത്തൊഴിലാളികൾ സ്വന്തം ജീവൻ പണയം വെച്ചാണ് കടലിൽ പോകുന്നത്. അവർ തിരിച്ചു വരുമോ എന്നുള്ളത് കണ്ണിൽ എണ്ണയൊഴിച്ച് കാത്തിരിക്കുന്ന ഒരു കുടുംബമുണ്ട് അവർക്ക്. ആഴക്കടലിലേക്ക് മത്സ്യബന്ധനത്തിനായി പോകുമ്പോൾ സത്യത്തിൽ അവരുടെ കുടുംബങ്ങൾ ആ മത്സ്യം കൊണ്ടുവന്ന് വിൽക്കുന്നത് വരെ പട്ടിണി പല മത്സ്യത്തൊഴിലാളി കുടുംബങ്ങളുമുണ്ട്. അതിനെ വിറ്റ് എന്തിന് ജീവിക്കുന്നു എന്നുള്ളതാണ് എന്റെ ചോദ്യം. അതിന് വിറ്റ് ജീവിക്കുന്നു അല്ല, ഈ സ്ഥിരമായി കടലിൽ പോകുന്ന ഒരാളാണ് എങ്കിൽ തീർച്ചയായിട്ടും അയാൾക്ക് ആ വീഡിയോയുടെ ഇപ്പൊ കടൽ കൊമ്പൻ എന്ന് പറയുന്ന ഇപ്പൊ ആ യൂട്യൂബറെ പ്രൊമോട്ട് ചെയ്യുന്നതല്ല, അയാൾ പറയുന്ന വീഡിയോയിൽ സത്യമുണ്ട് എന്ന് പലർക്കും അയാളുടെ കമന്റുകൾ വായിച്ചു നോക്കിയാൽ തന്നെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. പലരും അയാളെ സപ്പോർട്ട് ചെയ്ത് മുന്നിലേക്ക് വരുന്നത് അയാൾ പറയുന്ന അയാൾ ചെയ്യുന്ന കാര്യങ്ങൾക്ക് എവിടെയൊക്കെയോ ഒരു സത്യസന്ധത ഉണ്ട് എന്നുള്ളത് കൊണ്ടാണ്. നമ്മൾ കുറെ റീച്ച് കിട്ടാൻ വേണ്ടി മത്സ്യത്തൊഴിലാളികളെ കരുവാക്കിക്കൊണ്ട് ഈ വീഡിയോ എടുക്കാൻ വേണ്ടി മാത്രം വള്ളത്തിൽ കയറി ആഴക്കടൽ പോകും. അത് കഴിഞ്ഞാൽ ഇവരുടെ ബിസിനസ് അതല്ല, ഇവരുടെ ജോലി അതല്ല. പക്ഷേ അതാണ് ഞങ്ങളുടെ ജോലി എന്ന് പറഞ്ഞുകൊണ്ട് പ്രത്യേകിച്ച് മത്സ്യത്തൊഴിലാളികളോട് ജനങ്ങൾക്കുള്ള ഒരു വികാരത്തെ മുതലെടുത്തുകൊണ്ട് റീച്ച് ഉണ്ടാക്കുന്ന ഒരു രീതിയാണ് ഇവർ മുന്നോട്ട് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്നത്. അത് തെറ്റാണ് എന്ന് എവിടെയും ഞാൻ ആവർത്തിച്ച് പറയും. നിങ്ങളുടെ ജോലി എന്താണോ, നിങ്ങൾ എന്താണോ ചെയ്യുന്നത് അത് കൃത്യമായി ജനങ്ങളുടെ മുന്നിൽ എത്തിച്ച് നിങ്ങൾക്ക് പണം ഉണ്ടാക്കണമെങ്കിൽ അത് ചെയ്യൂ. കാരണം ഇവർക്ക് അച്ചാർ ബിസിനസ് ഉണ്ട്, ഇവർക്ക് ഈ ചെമ്മീനൊക്കെ ഉണക്കി അതൊക്കെ കൊടുക്കുന്ന ബിസിനസ് തന്നെയാണ്. ഇവർ കടലിന്റെ സൈഡിൽ തന്നെയാണ് ജീവിക്കുന്നത്. ഇപ്പൊ ഒരു റെസ്റ്റോറന്റ് തുടങ്ങുമ്പോൾ അവർ ആദ്യം അന്വേഷിക്കുന്നത് ഫുഡ് ബ്ലോഗേഴ്സിനെ. അതെ, കാരണം അവർക്ക് റീച്ച് കിട്ടാൻ, അവർ നാലാറ് അറിയിക്കാൻ വേണ്ടിയിട്ട് അവർ തീർച്ചയായും ഡിപ്പെൻഡ് ചെയ്യുന്നത് ഈ ഫുഡ് ബ്ലോഗേഴ്സിനെ തന്നെയാണ്. അത് അവരുടെ ഒരു വരുമാന മാർഗമായിട്ട് തന്നെ കരുതിക്കൂടും. അതെ, തീർച്ചയായിട്ടും അങ്ങനെ തന്നെയാണ്. എന്തായാലും ഇപ്പൊ വന്നിരിക്കുന്ന ഈ വിഷയം, ഈ കടൽ മച്ചാനുമായി ബന്ധപ്പെട്ട് വന്നിരിക്കുന്ന വിഷയത്തിൽ ഒരു വീഡിയോ, അത് അത്ര നല്ല വീഡിയോ ആണെന്നൊന്നും വിശ്വസിക്കുന്നില്ല. സോഷ്യൽ മീഡിയയിൽ ഇത്തരം വീഡിയോ ഇടുന്നവർക്കെതിരെ അത് അയാളുടെ വീഡിയോ അല്ല മോർഫ് ചെയ്തതാണെങ്കിൽ അയാൾ അതിൽ പരാതി കൊടുക്കണം. ഒന്നുകിൽ അത് അയാളുമായി സാമ്യമുള്ള മറ്റൊരാൾ. അതെ, തീർച്ചയായിട്ടും. അല്ല, അങ്ങനെയാണെങ്കിലും അയാൾ പരാതി കൊടുക്കണം. കാരണം സോഷ്യൽ മീഡിയയിൽ ഇത്തരം വീഡിയോകൾ പ്രചരിപ്പിക്കുന്നത് ശരിയല്ല, ഇത്തരം വീഡിയോകൾ വരുന്നത് ശരിയല്ല. അപ്പൊ അയാൾക്കെതിരെ ആരെങ്കിലും തിരിയുന്നുണ്ടെങ്കിൽ അയാൾ തീർച്ചയായിട്ടും പരാതി കൊടുക്കണം. ഇവിടെ അയാൾ
ഒരു പരാതി കൊടുത്തതായിട്ട് നമുക്ക് അറിവില്ല, കൊടുത്തിട്ടുണ്ടോ എന്നും നമുക്കറിയില്ല. അപ്പൊ കടൽ മച്ചാൻ എന്ന് പറയുന്ന വ്യക്തി ഇതുമായി ബന്ധപ്പെട്ട ഇതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ശരിയാണോ തെറ്റാണോ എന്ന് പറഞ്ഞ് രംഗത്ത് വന്നിട്ടുമില്ല. കുറച്ച് സ്റ്റോറീസ് ഇട്ടതല്ലാതെ നിയമപരമായി അതിനെ നേരിടുന്നില്ല. സോഷ്യൽ മീഡിയയുടെ വന്ന് അതെന്റെ വീഡിയോ അല്ല, അത് ഫേക്ക് ആണെന്ന് പറഞ്ഞിട്ടുമില്ല. അപ്പൊ ആ സ്ഥിതിക്ക് ഇതിന്റെ സത്യാവസ്ഥ തെളിയിക്കേണ്ട ഉത്തരവാദിത്വം കടൽ മച്ചാനുണ്ട്. ഇല്ലെങ്കിൽ അയാൾ വെറും ഉടായിപ്പാണെന്ന് ഒരിക്കൽ നാട്ടുകാർ അല്ലെങ്കിൽ വ്യൂവേഴ്സ് തന്നെ അയാൾക്കെതിരെ തിരിഞ്ഞതുപോലെ തീർച്ചയായിട്ടും വീണ്ടും തിരിയാനുള്ള സാധ്യത ഉണ്ട്.